അരുൺ അച്ഛനോട് പറയും ചെട്ടിയാരുടെ മാനേജറാണ് വിളിച്ചത്. സുധീഷ് ഇതുവരെ അവിടെ എത്തിയിട്ടില്ലെന്ന്. അച്ഛൻ ചോദിക്കും വല്ല പഞ്ചറും കിട്ടിയോ, നീ വണ്ടിയുടെ ലൊക്കേഷൻ ഒന്ന് നോക്ക്. അരുൺ നോക്കിയിട്ട് പറയും വണ്ടി ഒരു 50 കിലോമീറ്റർ മുമ്പ് തന്നെ അവിടെ നിന്ന് തിരിഞ്ഞിട്ടുണ്ട്. നിധി പറയും ഇനി ലൊക്കേഷൻ അങ്ങനെ മാറിപ്പോയാ അച്ഛാ? അച്ഛൻ പറയും ലൊക്കേഷനൊന്നും മാറിയിട്ടില്ല, ഞാൻ കൊടുത്തത് നോക്ക്, കറക്റ്റാണ്. അരുൺ പറയും ഇത്രയും പണം സ്വർണ്ണമൊക്കെ നമ്മൾ സുധീഷിൻ്റെ അടുത്ത് കൊടുത്തയച്ചത് അബദ്ധമായോ? അവൻ ആ പണം കണ്ടപ്പോൾ നാട് വിടാനങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാവുമോ? നിധിക്കും എന്തൊക്കെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്? സുധീഷ് അങ്ങനെയൊന്നും ചെയ്യില്ല. അരുൺ പറയും ഞാനെന്ത് പറഞ്ഞുണ്ടാക്കി? ഇവിടെ നിന്ന് പോയിട്ട് ഇപ്പോൾ 3 മണിക്കൂറായി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് വിളിക്കണ്ടേ? അറ്റ്ലീസ്റ്റ് നിന്നെ എങ്ങനെ വിളിച്ചോ? ഇല്ലല്ലോ. അച്ഛൻ പറയും അങ്ങനെയൊന്നും പറയല്ലേ, സുധീഷ് ഈ വീട്ടിലെ മരുമകനാ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇങ്ങോട്ട് വന്നതാ. നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ല മോളെ, നീ ഒന്ന് വിളിച്ചു നോക്കാവനെ. നിധി വിളിക്കുമ്പോഴും ഫോൺ സ്വിച്ച് ഓഫാണ്. അരുൺ പറയും ഏത് സമയത്താണാവോ അവനെ പറഞ്ഞയക്കാൻ തോന്നിയത്. സുധീഷിനെ ഗുണ്ടകളൊരു സ്ഥലത്തേക്ക് കെട്ടിയിട്ടിരിക്കുകയാണ്. സുധീഷ് പറയും നിങ്ങളൊക്കെ ആരാടാ, അഴിച്ചു വിടറാ എന്നെ. ആണുങ്ങൾ ഒറ്റയ്ക്ക് തല്ലുണ്ട്, പക്ഷേ അവരതൊന്നും മൈൻഡ് ചെയ്യില്ല. കൂട്ടത്തിലൊരാൾ പറയും അവൻ്റെ നാവാട്ടം കേട്ടിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഒന്ന് അഴിച്ചാലോ? മറ്റേ ആൾ പറയും നീ എന്താ അവൻ്റെ വെല്ലുവിളി സ്വീകരിക്കാൻ വന്നതാ? നീ അവൻ്റെ വായിൽ വല്ല പ്ലാസ്റ്റർ ഒട്ടിക്ക്. അയാൾ ചെല്ലുമ്പോൾ സുധി പിന്നെ വെല്ലുവിളിക്കാണ്. അയാൾ സുധിയുടെ മുഖത്തടിക്കും, എന്നിട്ട് മുഖത്ത് പ്ലാസ്റ്റർ ഒട്ടിച്ച് പോരും. എല്ലാവരും സുധീഷിനെ കിട്ടാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അരുൺ പറയും അച്ഛൻ തന്നെ പറഞ്ഞു കൊടുക്ക്, ഞാൻ പറഞ്ഞിട്ട് അവൾക്ക് വിശ്വാസമില്ലല്ലോ. അച്ഛനും പറയാണ് അവൻ നമ്മളെ ചതിച്ച് പണവും കൊണ്ട് കടന്നു കളഞ്ഞു. ഇത് കേൾക്കുമ്പോൾ നിധി പറയും അച്ഛനും അരുണേട്ടൻ്റെ കൂടെ കൂടുകയാണോ? സുധീഷ് അങ്ങനെയൊന്നും ചെയ്യില്ല. അരുൺ പറയും അവൻ നമ്മളുടെ മുന്നിലൊക്കെ നല്ല ആളായി അഭിനയിച്ച് നമ്മുടെ പണവും കൊണ്ട് കടന്നു കളഞ്ഞു. നിധി പറയും ആ പണം കൊണ്ടാവുമെന്ന് സുധി പറഞ്ഞതല്ലല്ലോ, നിങ്ങളൊക്കെ നിർബന്ധിച്ചിട്ടല്ലേ പോയത്. സുധീഷ് അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല, എനിക്ക് 100% ഉറപ്പാണ്. അരുൺ പറയും നീ അവനെ ഇങ്ങനെ വിശ്വസിക്കരുത്. അവൻ വണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് GPS ഒക്കെ ഓഫ് ചെയ്തു. നിധി പക്ഷേ അപ്പോഴും അതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ല. അച്ഛനും സുധീഷിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. അവന് വേണ്ടി ഒരു ബിസിനസ് തുടങ്ങാൻ വരെ ആലോചിച്ച ആളാണ് ഞാൻ. സ്വന്തം മകളെ രാത്രിക്ക് രാത്രി കടത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും അച്ഛനെ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുക മോളെ? പണം കണ്ടപ്പോൾ അവൻ്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തു ചാടി. നിധി അപ്പോഴും പറയും അച്ഛാ സുധീഷ് അങ്ങനെയൊന്നും ചെയ്യില്ല. അമ്മയും സുധീഷിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് നിനക്ക് മാത്രം മനസ്സിലാവാതെ പോയല്ലോ മോളെ, നിന്നെ വിശ്വസിച്ചാ അവനെ വീട്ടിൽ കയറ്റിയത്, എന്നിട്ട് നിന്നോട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ മോളെ. നിധി ദേഷ്യം പിടിച്ചു പറയും ഒന്ന് നിർത്തുന്നുണ്ടോ? എല്ലാവരും ഒരുപോലെ പറയല്ലേ, സുധീഷ് അങ്ങനെയൊന്നും ചെയ്യില്ല, നിങ്ങളതൊന്ന് വിശ്വസിക്കുക. എന്നിട്ട് സുധീഷിന് എന്താ പറ്റിയെന്നൊന്ന് അന്വേഷിക്കുക. അരുൺ പറയും മിക്കവാറും അവൻ പണമായിട്ട് അവൻ്റെ വീട്ടിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക, നമുക്ക് നേരെ അങ്ങോട്ട് പോകാം, അവിടെ പോയിട്ട് ചോദിക്കാം. നിധി പറയും അരുണേട്ടാ ആ വീട്ടുകാരെ കാര്യമില്ലാത്ത കാര്യത്തിന് ദ്രോഹിക്കരുത്. അമ്മ പറയും അരുൺ നീ ഇവള് പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കണ്ട, നേരെ അവൻ്റെ വീട്ടിലേക്ക് തന്നെ ചെല്ല്, മിക്കവാറും അവൻ്റെ കുടുംബം മുഴുവൻ അവിടുന്ന് പോകാൻ സാധ്യതയുണ്ട്. അരുൺ പറയും അവനെ രക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ പിടിക്കണം, നമ്മുടെ പണം അങ്ങനെ പോകാനേ ഞാൻ സമ്മതിക്കില്ല. നിധി പറയും ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാം, അതുവരെ പ്രശ്നം ഉണ്ടാക്കില്ലേ പ്ലീസ്. നിധിയെ റൂമിൽ പോയിട്ട് ഹരീഷിനെ വിളിച്ചു നോക്കും. ഹരീഷാണെങ്കിൽ നീതുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ റൂമിൽ വന്ന് പിന്നെയും സുധിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. നിധി പറയും സുധീഷ് അങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അമ്മ ചോദിക്കും പിന്നെന്താ അവനോ അവൻ്റെ വീട്ടുകാരെ ഫോൺ എടുക്കാത്തത്? നിധി പറയും എനിക്ക് അറിയില്ല അമ്മേ. ഹരീഷ് കോള് കഴിഞ്ഞ് നോക്കുമ്പോൾ നിധിയുടെ മിസ് കോള് കാണും. തിരിച്ചു വിളിക്കുമ്പോൾ നിധി ചോദിക്കും സുധീഷ് അങ്ങോട്ടെങ്ങാനും വന്നോ? ഹരീഷ് ചോദിക്കും ഇങ്ങോട്ടൊന്നും വന്നില്ല, നിങ്ങളൊന്നിച്ചല്ലേ പോയത്, എന്തേലും പ്രശ്നമുണ്ടോ? നിധി പറയും പ്രശ്നമൊന്നുമില്ല, രാവിലെ ഇവിടുന്ന് പോയതാ, പക്ഷേ ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫാ.